നട്ടുച്ച നേരത്താണ് ശ്രീ വന്ന് ആലപ്പുഴക്ക് പോയാലോ എന്ന് പറയണത്. ഒന്നും നോക്കില്ല, കൈ കിട്ടിയ ഒരു സൺസ്ക്രീൻ എടുത്ത് ആ വൈക്കം ബസ് സ്റ്റാൻഡിൽ നിന്ന് വാരി അങ്ങ് പൂശി കെട്ടിൻ്റെ പുറകെ കയറി അള്ളി പിടിച്ചങ്ങിരുന്നു. ആദ്യം കാണാൻ സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് ചവിട്ടണേ എന്ന് പറഞ്ഞു. അവിടെ എത്തി ഓടിപ്പോയി സൺസ്ക്രീൻ 50 ഉള്ള ഒരെണ്ണം അങ്ങ് വാങ്ങി. ഇതൊക്കെ കണ്ട് കെട്ടിയവൻ അവിടെ കണ്ണും മിഴിച്ച് നിൽക്കാനുണ്ടായിരുന്നു. ഇവർക്ക് എന്താ പ്രാന്തായെന്നാന്ന് തോന്നണം ആലോചിക്കണേ. അങ്ങനെ സൺസ്ക്രീനൊക്കെ വാങ്ങി ഞങ്ങൾ പിന്നെയും യാത്ര തുടർന്നു. തണ്ണീർമുക്കം എത്തിയപ്പോഴത്തേക്കും ഫുഡ് കിട്ടാനായിട്ട് മുട്ട ചേച്ചിമാരോട് ചോദിച്ചു 30 രൂപക്ക് ഫുഡ് കിട്ടണത് എവിടെയാണെന്ന്. അപ്പോൾ ചേച്ചിമാർ ഒരു കട കാണിച്ചു തന്നു. ഞങ്ങൾ ഓടിച്ചെന്ന് ഞാനങ്ങ് സീറ്റ് പിടിച്ചു. അവിടെ മുഴുവൻ വണ്ടിച്ചേട്ടന്മാരായിരുന്നേ. ആദ്യം ചമ്മിപ്പിളിങ്ങി നിന്നെങ്കിലും ഫുഡ് വന്നു കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് സെറ്റായി. കെട്ടിയൊരു കക്ക ഫ്രൈ ഓർഡർ ചെയ്തു. കുന്നിക്കുരുവിൻ്റെ അത്രയുള്ള കക്ക ഫ്രൈ ഞാൻ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. എൻ്റെ ഇരിപ്പ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു. പുള്ളി ഒരു ഫിഷ് ഫ്രൈ കൂടി ഓർഡർ ചെയ്തു. ഫിഷ് ഫ്രൈ എന്തായാലും നല്ല സെറ്റായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ചേച്ചിമാരോട് കുറച്ച് നേരം കുശലമൊക്കെ പറഞ്ഞു. പൈസയും കൊടുത്തു. 170 രൂപയാണ് ഒരു രണ്ട് ഊണിനും ഒരു ഫിഷ് ഫ്രൈക്കും ഒരു കക്ക ഫ്രൈക്കും കൂടി ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ചേച്ചിമാരോട് പറഞ്ഞ് യാത്ര തുടർന്നു. തണ്ണീർമുക്കം കണ്ടെത്തി. ഒടുക്കത്തെ വെയിലായിരുന്നു കൂട്ടുകാരെ. കെട്ടുവനോട് പറഞ്ഞു വണ്ടി ഒന്ന് സൈഡാക്കിക്കേ എന്ന് പറഞ്ഞു. കെട്ടുവൻ പറ്റിയ സ്ഥലം നോക്കി സൈഡാക്കി തന്നു. ഓടിച്ചാടി ഇറങ്ങി ചെന്ന് നമ്മളിപ്പം വാങ്ങിയ സൺസ്ക്രീൻ അങ്ങെടുത്ത് വാരി പൊത്തി. എന്തൊരാശ്വാസം. സൺസ്ക്രീൻ കയ്യിലുണ്ട്. ദുബായിക്ക് പോകാനും ഞാൻ റെഡിയാണെന്ന് കെട്ടിയവനോട് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം ആ പ്രകൃതി രമണിയൊക്കെ ഒന്ന് അങ്ങ് ആസ്വദിച്ചേ. അപ്പോൾ കെട്ടിയവൻ പറഞ്ഞു വാ സമയം പോകാമെന്ന്. ചാടി കയറി. അതാ മീൻ ചേച്ചിമാരുടെ പാത്രം ഒന്നുമില്ല പാത്രത്തിൽ. എന്നാൽ വാ പോയേക്കാം. അപ്പോഴാണ് താഴോട്ട് നോക്കിയപ്പം നീലക്കുറിഞ്ഞീനെ വെല്ലുന്ന നമ്മുടെ ആഫ്രിക്കൻ പായൽ പൂക്കൾ. എന്തൊരു ഭംഗിയാ. ഞാൻ ഓർത്തു ചാടി ഇറങ്ങിയാലോ എന്ന് ഓർത്തു. പിന്നെ വാരി എടുക്കാനായിട്ട് ഫയർഫോഴ്സ് വരേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത കാരണം ചാടി ഇറങ്ങിയില്ല. അവിടെ നിന്നും കുറച്ച് നേരം പ്രകൃതി രമണി ആസ്വദിച്ചു യാത്ര തുടർന്നു. അങ്ങോട്ട് തിരിഞ്ഞാൽ ചേർത്തല, ഇങ്ങോട്ട് തിരിഞ്ഞാൽ ആലപ്പുഴ. നമ്മൾ ആലപ്പുഴക്ക് വിട്ടു. ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഡിംഗ്ലിൻ ജംഗ്ഷൻ. ഈ ഡിംഗ്ലിൻ ജംഗ്ഷനിലാണ് നമ്മുടെ അഞ്ചു കുഞ്ചുവിൻ്റെ വീടുള്ളത്. അങ്ങനെ നമ്മൾ അഞ്ചു കുഞ്ചുവിൻ്റെ വീട്ടിലെത്തി. അമ്മയോട് കുറച്ച് നേരം കുശലം പറഞ്ഞു. അതിനുശേഷം നമ്മൾ കഥാനായകനെ കാണാൻ പോവുകയാണ്. ഇതാണ് നമ്മളെ കഥാനായകൻ. ക്രിസ്മസ് ആഘോഷിച്ച് വാലുപറി മത്സരത്തിൽ കാലും പോയി കിടക്കുന്ന കഥാനായകൻ. അവനെ കണ്ട് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ അച്ഛനോടും അമ്മയോടും കുറച്ച് കുശലം പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു ചായ കുടിക്കാനിരുന്നപ്പോൾ അഞ്ചു കുഞ്ചുവിന് ഒടുക്കത്ത നാണം. ഞാൻ പറഞ്ഞു നീ കുളിക്കാത്തതൊന്നും എന്തായാലും വീഡിയോ വരാൻ പോകണില്ലെന്ന്. അപ്പം അമ്മ കൊണ്ടുവച്ച സ്നാക്സ് ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു. എന്തോ ബ്രെഡ് വെച്ചിട്ട് എന്തോ ആണെന്ന് തോന്നുന്നു. പേപ്പർ ഉണ്ടായിരുന്നാൽ പൊതിഞ്ഞെടുക്കായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കലച്ചേച്ചിയുടെ വീട്ടിലെത്തി. അവിടെ കുറച്ച് നേരം നിന്നതിന് ശേഷം യാത്ര തുടർന്നു. ഇതാണ് കലച്ചേച്ചിയുടെ സ്വന്തം സൂപ്പർ മാർക്കറ്റ്. നമ്മളെ കണ്ടതും ചിന്നുമ്മ ഓടി അകത്ത് കയറി. അത് കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത് വീഡിയോ എടുക്കുന്നതിന് ഒരുങ്ങാൻ പോയതായിരുന്നു അവളെന്ന്. അവൾ വന്നു. പിന്നെ അവളോട് കുറച്ച് നേരം വിശേഷമൊക്കെ പറഞ്ഞു. അവളോട് ടാറ്റ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പോണ വഴിക്ക് അതാ മീൻ ചേട്ടൻ ചാടി ഇറങ്ങി. ഓടിച്ചൊന്നിച്ചിരി ചെമ്മീൻ വാങ്ങി. പിന്നെ പേരറിയാത്ത എന്തോ മീനും. അങ്ങനെ മീനൊക്കെ വാങ്ങി പൈസയൊക്കെ കൊടുത്തു. അപ്പോൾ കെട്ടിയോ ധൃതി വെക്കണുണ്ട് പോവാന്ന് ഓടിച്ചെന്ന് വണ്ടി കയറി. നമ്മൾ സന്ധ്യയോടുകൂടി നമ്മുടെ സ്വന്തം വൈക്കത്തെത്തി. ഇതാണ് നമ്മുടെ പെൻഗിൻ ബ്യൂട്ടി പാർലർ. അങ്ങനെ എൻ്റെ കെട്ടിയോൻ എന്നെ കൊണ്ട് ആ പെൻഗിൻ ബ്യൂട്ടി പാർലറിൻ്റെ ഫ്രണ്ടിൽ കുത്തി. അപ്പം ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. ഓക്കെ.